എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. യെസ് മച്ചാമാരെ, അപ്പോ ഇന്ന് എന്താണ് ഒരു ജീവനില്ലാത്ത വലയൊക്കെ പിടിച്ചിരിക്കണ ഒന്നുകൂടി ഞാൻ പറയും. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. കുഴപ്പമില്ല, പിള്ളേര് വയ്യെന്ന് തോന്നുന്നു. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇന്നൊരു ഫിഷിംഗ് കോമ്പറ്റീഷനാണ്, മീൻ പിടുത്ത മത്സരം. ഇങ്ങോട്ട് പോരെ. ഓരോരുത്തർക്കും നമ്മൾ ഓരോരോ വലകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വലകൾ പിടിച്ച് നിന്ന് ഈ തോട് മുഴുവൻ വറ്റിച്ച് മീൻ പിടിക്കാനായിട്ട് പോവാണ്. അതും ചുമ്മാ മീൻ പിടിക്കലല്ല, സംഭവം ഒരു മത്സരമാണ്. അപ്പോൾ എന്തായാലും മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടേണ്ട സമയക്കാട് ദാ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കിരൺ, അഥവാ വെട്ടിനുമ്പ് കിരൺ. അടുത്ത നമ്മുടെ സ്വന്തം എഡ്വിൻ മല്ലടു. അടുത്തത് സ്വന്തം കിറ്റി. നോക്കിയടാ, എന്ത് ക്യൂട്ടാണ് നോക്കി, ആ ചിരി നോക്കിയടാ. അപ്പൊ അല വാങ്ങിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് മീൻ പിടിച്ചു കൊടുക്കാൻ തോന്നുന്നു. പക്ഷെ സ്വഭാവം ഇതൊന്നല്ല കേട്ടാ, മുതൽ ഇത് വേറെയാണ്, ഇത് വേറെ മോഡൽ സാധനമാണ്. പിന്നെ നമ്മുടെ സ്വന്തം ശാന്തനായ ഭൗമി കിരൺ. എൻ്റെ വായിലും അവൻ്റെ ഒറിജിനൽ പേര് വരുന്നത്, പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഭൗമി കിരൺ മോനുണ്ട്. അങ്ങനെ 4 പേരാണ് ഇന്ന് മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇനി മത്സരത്തിൻ്റെ നിബന്ധനകളിലേക്കും മത്സരിച്ചാൽ എന്ത് കിട്ടും എന്നുള്ള കാര്യം കൂടി നോക്കാം. അപ്പം ഇനി മത്സരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മത്സരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ 4 പേർക്കും 4 അക്കൂറങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വലകളും നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ സമയമായിരിക്കും ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. എന്തിന്? ഈ തോട്ടിലുള്ള മീനെ പിടിക്കാനായിട്ട്. തോട്ടിലുള്ള മീൻ ചെറുതോ വലുതോ എന്നുള്ളതല്ല, എത്ര മീൻ 1 മണിക്കൂർ കൊണ്ട് മാക്സിമം ഇവർ പിടിക്കുന്നു, അതിൽ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ആൾക്ക് കിട്ടുന്നത് എന്തിട്ടാണെന്ന് അറിയോ? എന്തിട്ടാണ്? 2 കോടിയാ. അവിടെ കിഡ്നി എടുത്ത് വിൽക്കാണ് ഞാൻ. എൻ്റെ എന്നാലും ഒരു 5 ലക്ഷം ഒക്കെ കിട്ടിയിരിക്കുള്ളൂ, അതിൽ കൂടുതൽ കിട്ടില്ല. അപ്പോൾ എന്തായാലും 1 കോടി 2 കോടിയിലേക്കൊന്നും എത്തല്ല. നമ്മൾ 50,000 രൂപ അങ്ങോട്ട് കയ്യിൽ വെച്ച് തരും. സെറ്റ് അല്ലേ? ജർമ്മനിയിലേക്കുള്ള ടിക്കറ്റ് ദേടാ. കഴിഞ്ഞ പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സമ്മാനം അടിച്ചിട്ടുണ്ടവനാടാ അല്ലേ? ഇവന് വേണ്ട. പക്ഷെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം അവന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തായിരുന്നോ? ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഡ്രോ സെക്കൻഡ് റീഡിങ് തെറ്റിച്ച് പറഞ്ഞ ആള് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇന്ന് ഒരേ ഒരു വിജയി, അതും ഏറ്റവും കൂടുതൽ മീനെ പിടിക്കുന്ന ആൾ. അതിപ്പോൾ ഇത്ര പോകുന്ന പൂച്ചുട്ടിയാണെങ്കിലും നമ്മൾ കൂട്ടും, ഇത്ര പോകുന്ന വലിയ മീനാണെങ്കിലും നമ്മൾ അത് ഒരു മീനായിട്ട് തന്നെ കൂട്ടും. അപ്പോൾ എന്തായാലും മത്സരത്തിന് റെഡിയാണോ? റെഡിയാണ്. 4 വലകൾ, 4 മത്സരാർത്ഥികൾ. അപ്പോൾ പരിപാടി തുടങ്ങിയല്ല. അങ്ങനെ പുലിക്കുട്ടികളായ 4 കണ്ടസ്റ്റന്റുകളും ഇവിടെ മത്സരിക്കാൻ റെഡിയാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ ബോണസ് ആയിട്ട് സാധനം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീറ്റ ഇട്ട് വീശണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പശുവിനൊക്കെ കൊടുക്കണ തിരിയാണ്, കാലിത്തീറ്റ. ഇത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇതെടുത്തിട്ട് കുറച്ചേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് മീൻ വരും കേട്ടോ. ഇതോടെ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീശുവല, ചൈനീസ് വീശുവല എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒന്ന് പൊക്കി കാണിച്ച മകളെ, കിടുക്കാച്ചി സാധനമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ മീൻ പിടിക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. എന്തായാലും മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സാമ്പിൾ അടിച്ച് നോക്കാം. എടുമോനെ ആ വല ഇങ്ങോട്ട് തന്നേടാ. അപ്പോൾ അതെ, വല എല്ലാവരും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ട്രയൽ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വല സിമ്പിളായിട്ട് വീശ കിട്ടണ മീനെ കൊണ്ടുവന്ന് ഇടുക. ഇവിടെ റെഡി ഉണ്ട് എല്ലാവരും. ഞാൻ ഓക്കെ പറയാൻ നിൽക്കണത്, അവനൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കണം തോന്നുന്നുണ്ടോ? ദേടാ എടാ, ഇതിൽ ഒരു സൈലന്റ് കില്ലർ ഉണ്ട്, മിണ്ടാതെ നിൽക്കും, എന്നിട്ട് ഫസ്റ്റ് അടിക്കും. അവനിട്ട് എങ്ങനെയെങ്കിലും എങ്ങനെ അപ്പൊ സംഭവം വടമക്കളെ നേരെ വരാ. ഇതിങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ മീനെ കാണണ്ടാന്ന് നോക്കുക. ഇപ്പം ഇതിവിടെ കാണുകയാണ്. അപ്പോൾ നമ്മളിത് ഒരു കോലാമ്പോ ഉണ്ട്, നേരെ എടുക്കുക, വീശ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അടി കൊടുക്കുന്നല്ല. അതെ, സ്വന്തമായിട്ട് കൊടുക്കണത് സ്വയം തന്നെ എടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ മീനുണ്ടോന്നൊന്നും ഉറപ്പില്ല നമുക്ക്. ഇപ്പം നമ്മൾ വീശി ഇതിൽ പ്രത്യേകിച്ച് മീനൊന്നും കിട്ടിയില്ല അല്ലേ? അത് നമ്മുടെ നിർഭാഗ്യം. അങ്ങനെ വീശിക്കൊണ്ടിരിക്കണം. ഇപ്പം എന്തായാലും കെട്ടൊന്നുമില്ല, എടുസണ്ട് വല്ല ഞാൻ പുത്തനാക്കി തന്നെ തിരിച്ചു വരും. അപ്പൊ മച്ചാന്മാരെ, ഇനി നമ്മളുടെ അംഗം തുടങ്ങാനായിട്ട് പോവാൻ കേട്ടോ. അപ്പൊ കൃത്യം 1 മണിക്കൂറാണ് ഞാൻ സ്റ്റാർട്ട് പറഞ്ഞാൽ തുടങ്ങും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതേ തുടങ്ങിയിട്ട് പിള്ളേര് പരിപാടി. ഓ, അപ്പോൾ ദേ ഓരോ വലകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തുടങ്ങി. ഇവിടെ 2 സൈഡ് നീ നോക്കിക്കോ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. കിരൺ ദേ ആരോടും മിണ്ടാണ്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ്. അതെ, ആദ്യ വല വീശി എഡ്വിൻ മോൻ. അവിടെ ആരാണ് തുണി അലക്കാനിട്ടെ? അപ്പൊ ആദ്യത്തെ വല ദേ എടുത്ത് കരക്കി കയറ്റി. മീനുണ്ടാ? മീനില്ല, വേഗം പോയി അടുത്ത് വീശിക്കോ. വരും മീൻ വരും. പൊടിമീനെങ്കിലും കിട്ടിയില്ല. ആർക്കാ മീൻ കിട്ടിയേ? എവിടെ? അങ്ങനെ ആദ്യം മീനുമായി. യെസ്, അങ്ങനെ
ഫസ്റ്റ് മീൻ കിട്ടിയിട്ടാ. ആദ്യത്തെ വീശലില് മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മീൻ കുറവുള്ള സമയമാണ്, എന്നാലും ആദ്യത്തെ വലയില് മീൻ ഉണ്ടെന്നാ പറയുന്നത്. എവിടെ മീൻ? എവിടെ ഉണ്ടായിരുന്നാ? പറഞ്ഞു വിട്ടാ നീ. നേരെ കണ്ട് ദേ മീൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയിട്ടോ. ആ ഇവിടുന്ന് വലിച്ചെടുത്തു, ഇങ്ങോട്ട് വലിച്ചെടുത്തു. ആയ് അങ്ങനെ നമ്മുടെ സാധാ കിരണ്, ഭൗമി കിരണ് കിട്ടിയിരിക്കുകയാണ് ആദ്യത്തെ മീൻ. കളന്മാരിടരുത് കേട്ടാ, എവിടെ സ്വന്തമായിട്ടുള്ളതിലിടണേ. യെസ്, അങ്ങനെ ആദ്യത്തെ മീനെ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം. യെസ്, കിരൺ മോൻ അവിടെ അടുത്ത വലയൊക്കെ വീശാൻ റെഡിയായി നിൽക്കാണ്. കിര നടക്കോ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഉണ്ടാ കൂട്ടം ഇല്ല എടിയാ ഉണ്ടാ ഇല്ല. അങ്ങനെ അടുത്ത മീന് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്തായി? വല കുടിക്കാ? കിട്ടിയാടാ എടി, കിട്ടിയാ? ശേ അവിടെ വിശിക്കോ. ഇല്ലടാ ഇല്ലടാ. അങ്ങനെ കിരൺ ഇവിടെ നമ്മുടെ വല റെഡി ആയിക്കൊണ്ടിരിക്കണം. അല്ല കിര, കിരൺ നിനക്ക് മീനെ കിട്ടിയില്ലേ? എനിക്കൊരു പൂച്ചൂണ്ടെങ്കിലും പിടിച്ചോടോ കിര. എനിക്ക് പിടിക്കാൻ അറിഞ്ഞൂടല്ല. തുമ്പി എടുത്തോളേ മീനെ പിടിക്കണം പറഞ്ഞിട്ട് വീശി തുമ്പിനെ പിടിച്ചോണ്ടിരിക്കണം അവൻ. കിട്ടൂടെ, അടുത്തേല് കിട്ടും. ഡസ്പാവരുത്, തുടങ്ങട്ടെ. എത്ര? അങ്ങനെ നമ്മുടെ ഭൗമി കിരൺ പിടിച്ച ഒരു മീനിലാണ് ഇപ്പൊ നമ്മുടെ മത്സരം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നല്ലൊരു മീനാണ്. കണ്ട, നമ്മുടെ ഭൗമി കിരൺ പിടിച്ച ഒരേ ഒരു മീനിലാണ് ഇപ്പോൾ ലീഡ് നിൽക്കുന്നത്. ബാക്കി പാത്രങ്ങളിലൊന്നും ഇതുവരെ മീനായിട്ടില്ല കേട്ടാ. അതിൻ്റെ അഹങ്കാരം അവൻ്റെ മുഖത്ത് കാണാനും പറ്റും. പതിയെ കേട്ടാ, പതിയെ. ഓക്കെ, നമ്മുടെ ഇടിമോന് മീൻ കിട്ടിയിട്ടുണ്ടായില്ലെന്ന് നോക്കാം. വീണ്ടും നിരാശ. എറിഞ്ഞോണ്ടിരുന്നോ? നിർത്തണ്ട. വീശലൊക്കെ പഠിച്ച പ്രോ വീശൽമാരായി. മറ്റേ നീ വീശോടെ തന്നെ വീശിക്കൊണ്ടിരുന്ന മീൻ കിട്ടും തോന്നല്ലോ കേട്ടാ. ആണോ? പറയാൻ പറ്റില്ല, അവന് ഭാഗ്യം ഉണ്ടെങ്കിൽ മീൻ ഓടി അങ്ങോട്ട് വന്നിട്ടുണ്ടോ? അത് ശരിയാട്ടാ, അങ്ങനെയൊക്കെ ഉണ്ടേ. ഭാഗ്യം എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കര സംഭവമാണ് ഇതില്. എന്തായാലും നിനക്ക് തന്നെ ഇപ്പൊ ലീഡ്. ഒരു മീൻ നിന്റെ കയ്യിലുണ്ട്, വേറെ ആരുടെ കയ്യിലും മീനില്ല. അത് ചെളിയൊക്കെ വാരിക്കൊണ്ടുവരുന്നുണ്ട്. ഇത് ചെളി പോരാനാണോ പോയിക്കണത്? ഇങ്ങനെ ചെളിയുള്ളിലാണ് മീൻ ഉണ്ടാവാ. വെറുതെ പറഞ്ഞാ നീ അതും പറഞ്ഞിട്ട് ആ ചെളി മൊത്തം തപ്പുവൻ. അങ്ങനെ എഡ്വിൻ മോൻ ദേ വല ശരിയാക്കുന്നു. ദിപ്പ പിടിക്കും മീൻ. ദേ നിന്ന സ്ഥലത്തുനിന്ന് മാറാണ്ട് നിന്നോട് തന്നെ നിന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും മീൻ വരുമെന്നുള്ള പ്രതീക്ഷയില്. എടാ പക്ഷെ നിന്നോട് തന്നെ വീശിട്ട് കാര്യമില്ലട്ടാ, സ്ഥലം മാറ്റി വീശ്. പ്രവീൺ മച്ചാൻ്റെ കിരണ്ട പിന്നാലെ തന്നെ ഉണ്ട്. അവനൊരു മീൻ കിട്ടിയായിരുന്നു, അവൻ എന്തായാലും അടുത്ത് അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ മച്ചാൻ പറഞ്ഞ് വീശിയൊക്കെ പിടിപ്പിക്കുകയാണ്. തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ അവിടെ എന്തെങ്കിലും മീൻ? ചണ്ടി പറയാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും മീനുണ്ടോ? മീനില്ല. എടാ ഇടാൻ വേണോ? ഒരു മിനിറ്റ് വരട്ടെ. അങ്ങനെ നമ്മുടെ ഭൗമി കിരണ് മൂന്നാമത്തെ മീനും കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ എവിടെ ഒളിച്ചിരിക്കണ്ട അവന്റെ മീൻ. അതേനാ കണ്ടാ, ചക്കലീടിങ് കണ്ടാ പ്രവണേ. അവിടെ ഒരു എടാ കിര, അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയിരുന്നിട്ട് കാര്യം ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് വാ. മീൻ കിട്ടിയാ? അങ്ങനെ എഡ്വിൻ മോന് കിട്ടിയിരിക്കുന്നു ആദ്യത്തെ പള്ളത്തി. ഇതുവരെ പള്ളത്തി കിട്ടിയിട്ടില്ലെന്നുള്ളേ. പോക്കറ്റിലേക്ക് ഇടറ്. അവിടുത്തെ ചത്തോട്ടാ പോക്കറ്റിലിട്ട് കഴിച്ചാ. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വീശാൻ പോവാണ്. എടാ വീശിക്കോ, രസമായിരിക്കുള്ളൂ. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. അങ്ങോട്ട് കുരുങ്ങു മീനെ. രണ്ട് മീനാ ദേടാ, ഇവിടെ രണ്ട് മീൻ. അങ്ങനെ കിറ്റിക്ക് കിട്ടിയ മീനാണ് ടൈ കാണണേ. രണ്ട് മുഴുത്ത മീനുകൾ. ഒന്ന് പുല്ലനാണെങ്കിൽ ഒന്ന് പരല്. ഈ
അവിടെ നിന്നോടാ, ഇവിടെ ഒന്നുമില്ല. പോടാ. വാടക ഇവിടെ മീനുണ്ടാ. അയ്യോ ചത്തുപോയി. അങ്ങനെ 2 മീനെ കിട്ടിയിരിക്കാണ്. കിട്ടിക്കാൻ 2 മീൻ കിട്ടിയിരിക്കാണ്. എഡുവിനിപ്പ ആദ്യമായിട്ടില്ല ഇടുന്നത്. ഇത് ഇവിടെയൊക്കെ മീനൊക്കെ നിൽക്കണം നമുക്ക് കാണാൻ പറ്റൂട്ടോ. പക്ഷെ വലയിൽ മാത്രം സംഭവം ഒന്നും കയറണില്ല എന്നുള്ളതാണ് അതിൻ്റെ രസം. അത്യാവശ്യം പള്ളത്തിയും പരലും പൊടിമീനൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത്തവണ പൊളിക്കൂലേ? എത്ര മീൻ കിട്ടൂല്? 2 2 തന്നെ ലീഡാവട്ടാ. എത്ര നേരം വിരിച്ച് വീശിയവൻ നല്ല സ്പോട്ടിൽ വന്നപ്പോൾ ത്രികോണവും ചതുരവും ഒക്കെ ആക്കി വീശുന്നുണ്ട്. പറയാൻ പറ്റില്ല കേട്ടോ, ഇതിലൊക്കെ മീനുണ്ടാവും. ആടാ പറഞ്ഞോണ്ടാ. ആ ചെക്കൻ ദേ ലീഡ് പോയിട്ടാക്കിരാ. ദേ മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ദേ അടിയില് ദേ ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ട്. പാലാൻ പാലാൻ. ദേ 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 ഇതിനുള്ളിൽ മീനുണ്ട്. ആ അതിനടുത്ത് പൊക്കിക്കോ, സാധനം കിട്ടിയിട്ടുണ്ട്. ദേ 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 മീൻ കിട്ടിയിട്ടുണ്ട്, മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദേ 3ാമത്തെ മീൻ കിട്ടിയിരിക്കുകയാണ്. ഓ പ്രൊഫഷണൽ വീശല്. എട നോക്കി വീശുന്ന എഡ്വിൻ. ഇനി 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് പതിയെ വലിച്ചു നോക്കി. ഭാഗ്യം ഉണ്ടെങ്കിൽ മീൻ ഉണ്ടാവും. ഭാഗ്യം ഉണ്ടെങ്കിൽ കേട്ടാ. അതിന് പതിയെ വലിച്ചെടുത്ത് നോക്കി. മെല്ലെ മെല്ലെ അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ മീൻ പോട്ടോ. പതിയെ വലിച്ചെടുക്കും. ആ മെല്ലെ മെല്ലെ ഒന്നും അതിന് പൊക്കിക്കോ. ഒന്നുമില്ല. എന്തായി വിരിഞ്ഞു തന്നാ? അതിലുണ്ട് പള്ളത്തിണ്ട. എവിടെ ആടെ പള്ളത്തിനെ കിട്ടിയിടാ കിരൺ ആദ്യത്തെ മീൻ. കിരൺ കിരൺ അങ്ങനെ കിരൺ ആദ്യത്തെ മീനെ പിടിച്ചിരിക്കുകയാണ്. കിരൺ ജർമ്മനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള മീനുമായി കിരൺ. അതൊന്ന് കാണിച്ച മുഖത്തിനോട് ചേർത്ത് കാണിച്ചേ. അപ്പൊ വലിപ്പം കാണിച്ചു കൊടുക്ക്. ആ ഇനി മീനെ പറ്റി എന്തെങ്കിലും മീനെ കാണിച്ചിട്ട് പറ. മഞ്ഞ കളറാ. അതിന്റെ പ്രത്യേകത എന്നിട്ടാ? മഞ്ഞ കളർ. മഞ്ഞ കളർ പള്ളത്തി എന്ന് പറയടാ. പള്ളത്തി. എന്നിട്ട് മീനെ കിട്ടിയേ? പള്ളത്തി. എവിടെ? ദേടോ കിരണിന്റെ ആദ്യത്തെ മീൻ. എന്നിട്ട് കിട്ടിയെങ്ക് ചത്ത പള്ളത്തി. ആ വലയൊക്കെ വീശിട്ടുണ്ട്. സാധനം ഇനി നമുക്ക് മീൻ കിട്ടിയാൽ മതി. അങ്ങനല്ല സ്പീഡല്ല, പതിയെ പതിയെ. മീൻ പോലും അറിയരുത്. ആ വെറുതെ അല്ല, പ്രാർത്ഥിച്ചാലേ മീൻ കയറുള്ളൂ. അപ്പോൾ അതേ തകൃതിയായിട്ട് പിള്ളേര് അവിടെ മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ ഒരാൾ ഓടിപ്പോയിണ്ടായിരുന്നു അവിടെ. എന്തായി മോനെ? ഒന്നുമില്ല. അപ്പോൾ അത് അവിടെ വല വീശലിനായിട്ട് വലയും കൊണ്ട് ഓടി നടക്കുകയാണ്. ഇപ്പോൾ നോക്കിയപ്പോഴാട്ടോ അതിൽ നോക്കി നമ്മുടെ കശുമാങ്ങ വിത്ത് കശു അണ്ടി ഉണ്ടായി നിൽക്കുന്നു. ഓ കിട്ടിക്കാച്ചി സാധനം കേട്ടാ. നമ്മൾ പറഞ്ഞാൽ പൊട്ടിച്ചിട്ടില്ലേ? കശുനണ്ടി നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല, അത് മോശമാണ്. അപ്പോൾ നമ്മൾ കശുനണ്ടി ഊരും. പിന്നെ ഊരാ. വാവ്. എവിടെ ഫ്രീ കശുമാങ്ങ ഉണ്ടോ? മീനുണ്ടാ? നീ കണ്ടില്ലേ? എടുക്ക്. ജയരാമൻ. പിന്നെ അതെ പ്രായലെന്നോ ഓപ്പാണ്. പ്രായലൊന്നല്ലത്. അങ്ങനത്തെ കിരണ 2ാമത്തെ മീനെ കിട്ടിയേക്കണ്ട. ഇത് കണ്ണ് പൊട്ടാണ്ട് കിട്ടിയിട്ട് കാണാണ്ടിരിക്കായിരുന്നു. അങ്ങനത്തെ എഡ്വിൻ മോൻ ഇതുവരെ ഒരു മീനെ മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് എന്തോ പരിപാടി ഉണ്ടല്ലോ? പ്ലാനിങ് മാറ്റണ്ട ആണോ? എല്ലാവരും വിളിച്ചോ? പ്ലാൻ മാറ്റണം എന്ന് പറയണോ? വലയിലും കുഴപ്പമില്ല. വല നമ്മൾ തന്നോളൂ. വേറെ ചൂണ്ടൊന്നും എടുത്തോണ്ടിരാൻ പറ്റില്ല കേട്ടാ. എന്തിട്ട് പരിപാടി നോക്കട്ടെ. എന്തിട്ട് കിട്ടിയേ? എന്തോ കാര്യമായിട്ട് കിട്ടിണ്ടല്ല. തെരണ്ടിയാ സോളവനെത്തിയ മക്കളേത് എന്തോ കിട്ടിണ്ടാ കാര്യായിട്ട്. എന്തിനാ കിട്ടിയ? എന്തിട്ടാ കിട്ടിണ്ടാന്? സോളമൻ എന്തോ കൊണ്ടുവന്നുണ്ട് കാര്യായിട്ട്. സോളമൻ എന്തോ ഏടാ സോളമൻ സാധനം കൊണ്ടടാ തന്നെ. ഏടാ ഇത്ര നേരം
എല്ലാരും പറ്റിച്ചൊളിച്ച് നിന്നിട്ട് ഇതേ സാധനം പിടിച്ചോണ്ട് വന്നുണ്ട്. ദേടാ വഴി കൂടെയൊക്കെ മീനൊക്കെ കളഞ്ഞിട്ട് പോണ്. നിലത്തൊക്കെ പോണ്ട എടുക്കടാ. എണ്ണൊന്നും അറിഞ്ഞൂടാ, ചെക്കങ്ങ് ഓരിക്കൊണ്ട് വേടാ. ഇത്ര നേരം മീൻ പിടിക്കാൻ അറിയാത്ത പോലെ അഭിനയിച്ചിട്ട് വല നിറയെ മീനായിട്ട് പോണേ. വല കീറൂടാ ഒരച്ചുണ്ടോ പോയി. മീനൊക്കെ വഴി കളഞ്ഞിട്ട് പോണ്. അപ്പൊ വല പൊക്കി പിടിച്ചിട്ടുണ്ടോ മീൻ ഞാൻ കൊണ്ടുവരാ. വല കുറച്ച് കീറിക്കൊണ്ടു പൊക്കി കൊണ്ടുപോടാ വല. കീര കൊണ്ടുപോയി വഴിയിലൊക്കെ മീനൊക്കെ കൊണ്ടോട്. അസൂയാവഹമായ വിജയത്തിലേക്ക് അങ്ങനെ കിരണ് കിട്ടിയ മീന നമ്മുടെ കയ്യിൽ ഒരെണ്ണുണ്ട്. നിലത്തുനിന്ന് കിട്ടിയതാണ്. കിരണ്ട കിട്ടിയിട്ടുണ്ട്. കിരണ്ട നിറഞ്ഞോണ്ടിരിക്കടാ. നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട ടൈം ഇതേപോലെ കിട്ടിയാ മതി. എടാ പോയി വീശാവും വീശേന്റെ അടുത്ത്. എടി നീ ഐഡിയ പരീക്ഷോ? അതിന്റെ ഉള്ളിൽ നോക്കി ഇത്രയുള്ള കുഞ്ഞി പൊടി മീനുണ്ടോ ഇതിലേക്കാൾ എണ്ണം കിട്ടും നിനക്ക്. നീ ട്രൈ ചെയ്യടാ, നീ ശരിയാക്ക്. പ്രോത്സാഹനം തരും ഞാൻ. അതന്നെ അങ്ങനെ കിരൺ മോൻ പറക്കിയെടുത്ത മീനുകൾ. എന്റെ പൊന്നോ, ഇത്ര നേരായിട്ട് ഒന്നും കിട്ടാണ്ട് ഒരടിക്ക് ലോഡ് സാധനം കൊണ്ടാണ് വന്നേക്കണത് കിരൺ. എന്നാലും എങ്ങനെ ഒപ്പിച്ച് വിളിച്ചു വരുത്തിയ കാശ് കൊടുക്കാന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന് പകുതി കൊടുക്കാന്ന് പറഞ്ഞാൽ മീനോട് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സബ്സ്ക്രൈബേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞ പോലെ ഇത്തവണ മീനോട് പറഞ്ഞു തോന്നുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പകുതി തരാന്ന്. അങ്ങനെയാണ് കിരൺ മച്ച എന്ത് നിറച്ച് മീനെ സെറ്റ് ആക്കി കിട്ടണത് കൊണ്ടുപോയി ഇട്ടോ. തേടോ അങ്ങനെ നമ്മുടെ ഗെയിമിന്റെ അവസാനത്തെ 10 മിനിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ആ ഒരു ചിലപ്പോ ഈ ടൈമിലായിരിക്കും നമ്മുടെ ഗെയിം ചേഞ്ചർ ആയിട്ട് ഏതെങ്കിലും വലയിൽ നിറയെ മീനൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. ഏറ്റവും നീളമുള്ള മീനും നമ്മൾ സമ്മാനം വെച്ചിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട് നമ്മൾ വെച്ചേക്കണാണ്. പക്ഷെ ഇവൻ അറിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇവനിൽ എടാ ഏറ്റവും നീളമുള്ള മീനൊരു സമ്മാനം ഉണ്ട് കേട്ടാ. നീളമുള്ളത് കോലാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നീളമുള്ള മീനാവും. അപ്പൊ മച്ചന്മാരെ നമ്മുടെ ഗെയിമിലെ അവസാനത്തെ നിമിഷങ്ങളാണ്. ഇവിടെ വല വീശി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ 10 മിനിറ്റിനുള്ളിൽ ഗെയിം ചേഞ്ച് ആവും നമുക്ക് നോക്കാട്ടാ. അവിടെ ഇപ്പൊ വീഴും വല. അവിടെ പിന്നെയും കരിമീൻ കയറി തോന്നുന്നുണ്ട്. ഏറ്റവും ഭംഗിയുള്ള മീനില്ല. പള്ളത്തി ചവിട്ടില്ലേ അവനൊരു പള്ളത്തിന് എന്തിന് അങ്ങനെ തുടക്കത്തിൽ ഒരു മീൻ പോലും കിട്ടാതിരുന്ന കിരൺ ഇപ്പോ ചറ പറ മീനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. പെടക്കണ മീൻ കണ്ടാ, പെടക്കണ മീൻ. എന്തായി എന്തായിന്ന് വെച്ചപ്പോ ഇല്ലാന്ന് കണ്ട. വാവ്, പെടക്കണ മീൻ വീണതല്ല, പ്രണമിച്ചതാ. അവസാനത്തെ 30 സെക്കൻഡ് ഇട്ടാ. അവസാനത്തെ 20 സെക്കൻഡ്. പോപ്പിക്കൂടെ അല്ലത് വഞ്ചിയാണ്. വഞ്ചിയുടെ ഷേപ്പിലൊക്കെ വീശണേ. അവസാനത്തെ 5 സെക്കൻഡ്. ഓക്കെ, 3 സെക്കൻഡ്. ടൈംസ് അപ്പ്. സമയം അവസാനിച്ചിരിക്കുന്നു. സാഗര എവിടെ? അപ്പൊ അവസാനിച്ചിരിക്കണ വലയൊക്കെ എടുത്തു വെച്ചു. ഇത് ഇവിടെ വല റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് വീശാനായിട്ട്. അപ്പൊ എന്തായാലും സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബ്രോൺ മച്ചാനെ നമ്മുടെ റിസൾട്ട് നോക്കാൻ നേരായി. റിസൾട്ട് നോക്കിയാലോ? ബാ. അങ്ങനെ മച്ചാന്മാരെ സംഭവ ബഹുലമായ നമ്മളുടെ മത്സ്യബന്ധന വീഡിയോ അല്ലെങ്കിൽ ഒരു മത്സ്യബന്ധന ഗെയിം ഇവിടെ കംപ്ലീറ്റ് ആയിക്കണം. അപ്പൊ എന്തായാലും കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു വിന്നറെ നമുക്ക് വേണം. അപ്പൊ എന്തായാലും നമുക്കിത് 4 പേര് മത്സരിച്ചു. 4 പേർക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലക്കടൊക്കെ തിരിച്ചു പിടിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റിസൾട്ട് അനൗൺസിങ് ടൈമാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഭൗമിക് കിരണിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, വാട മക്കളെ, ഭൗമിക് കിരണിന്റെ മീനെണ്ണ നമുക്ക്. ഓക്കെ, ഭൗമിക് കിരണിന്റെ നോക്കുകയാണെങ്കിൽ ഇത് ആർക്കും കിട്ടാത്തൊരു വെറൈറ്റി മീനെ കിട്ടിയിട്ടുണ്ട്. കരിമീൻ. ഇതേടാ കരിമീനെ കിട്ടിയിട്ടുണ്ട്. കരിമീന ദേ അതുപോലെ തന്നെ മഞ്ഞപ്പള്ളത്തീനെ കിട്ടിയിട്ടുണ്ട്. 1.5 കിലോ മഞ്ഞപ്പള്ളത്തി. പിന്നെ നമ്മുടെ പുല്ലനുണ്ട്.
പരലുണ്ട്, ചാള പോലെ ഇരിക്കണ്ടല്ലോ അത്. അങ്ങനെ മൊത്തത്തിൽ എത്ര മീനെ കിട്ടിയിരിക്കുന്നത് ഭൗമിക്കിരണേ? 4. ഓക്കെ, 4 മീനെ കിട്ടിയിരിക്കുന്നു. ഓക്കെ, അതാ കുഴപ്പമില്ല. നമുക്ക് നോക്കാം അടുത്ത കിറ്റിയുടെ കണ്ടാതെ ചിരിച്ചിരിക്കുന്ന കിറ്റിക്ക് എത്ര മീനെ കിട്ടിയിട്ട് നോക്കാം. എത്ര എണ്ണം ഉണ്ട്? ഡോൾഫിനോ? ആയി അതെ, 1 സ്രാവ്, 1 2 ഇത് പറയലാണ്ടാ. പിന്നെ 4 എണ്ണം. ഡ്രോ മാച്ച് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഭൗമിക്കിരണും കിറ്റിക്കും 4 മീൻ വെച്ചാണ് 2 പേർക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കളി ഡ്രോ ആയി. ഇനിയിപ്പോ നമ്മുടെ എഡ്വിൻ മോന്റെ ആണ്. അപ്പൊ കാണിച്ചോ. അതെ, എഡുസന് കിട്ടിയിരിക്കുന്ന മീനാണ്. എടാ എത്ര മീനുണ്ടോ ഇനിയടാ? 1 എടാ എന്നാലും അവനൊരു മീൻ പിടിച്ചോലോ, സന്തോഷം ഉണ്ടാ? അതെ, അത് ശരിയാട്ടോ, ഭംഗിയുള്ളത്. അതെ, തെച്ചിക്കോട്ടാണ്. ഓ, തലയെടുപ്പ് മുള്ള്, എന്റെ മോനെ തലയെടുപ്പ് മുള്ളൊക്കെ ആയിട്ട് അതിനായിട്ട് മോനെ കിട്ടിയിരിക്കുന്നു 1 മീൻ. ഓക്കെ, ഗെയിം ചേഞ്ചർ ആണ് അടുത്തത്. നമ്മളെല്ലാവരെയും ഞെട്ടിച്ചോണ്ട് എന്റെ മോനെ എണ്ണാൻ പറ്റൂല, അത്ര മീനെ പിടിച്ച് കൂട്ടിയേക്കാണത്. ഇതൊക്കെ വടിയായില്ലാടാ, നീ എന്ത് ചെയ്തീനാ? വായ തുറന്നൊക്കെ പിടിച്ചേക്കണേ. ഓ, ഈ ഒരു അവസരത്തിൽ ഞങ്ങക്ക് ജർമ്മനിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെടാ. ജർമ്മനിയിൽ കുറെ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. അതെ, ജർമ്മനിയിൽ എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെക്കിതിന് സോളവൻ ഉണ്ടാ, സോളവൻ വന്നടാ. ഇതേടാ സാധനം സെറ്റ് ഇട്ടാ, നമ്മള് പ്രതീക്ഷിക്കാത്ത. വീഡിയോയുടെ തുടക്കത്തിലൊന്നും ഒരു പൂച്ചുട്ടി പോലും പിടിക്കാത്തവൻ പിടുത്തത്തില് മീൻ നിറഞ്ഞ മീനൊക്കെ ചത്തു തുടങ്ങിയിട്ട് അത്രക്ക് മീൻ. എടാ മീനൊന്ന് എണ്ണിയ മോനെ, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് എണ്ണിയേ, അതിലേക്ക് ഇട്ടോ, അതാ നല്ലത്. അപ്പൊ എന്തായാലും 2 എണ്ണട്ടെ, എണ്ണി കഴിയട്ടെ. 36 മീൻ. 36 മീനുമായി ജർമ്മൻ കിരൺ. ഇതിന്റെ അടിയില് ജർമ്മൻ എഴുതിണ്ടായിരുന്നിട്ട് അവൻ ഒട്ടിച്ച് കളഞ്ഞു. ഇനി എങ്ങനെ ജർമ്മനിയിൽ പോവാൻ പറ്റിയില്ലല്ലോ വിചാരിച്ചിട്ട് എന്തായാലും ജർമ്മൻ കിരൺ എന്തായാലും ജർമ്മനി പോകും. ഒന്നുകൂടി പറഞ്ഞിട്ട് നേരത്തെ കുറെ മീൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഏതോ മറ്റേ രാജാവിന്റെ പേര് പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും വലിയൊരു കൈ കൊടുക്കാം നമ്മുടെ സ്വന്തം കിരൺ മോന്. അങ്ങനെ നമ്മുടെ കിരൺ മോൻ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് കോമ്പറ്റീഷനിൽ വിന്നർ ആയിരിക്കാണ്. അപ്പൊ വെച്ചാൽ ഇനി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ടൈം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആയ 50,000 രൂപ ഇന്ന് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഏത് കിരണ്? ജർമ്മൻ കിരൺ. അപ്പൊ സമ്മാനം നൽകുന്നത് ഏറ്റവും കുറവ് മീൻ പിടിച്ച ആളാണ്. ആരാണ്? എഡ്വിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുന്നു. കൺഗ്രാറ്റുലേഷൻ. സന്തോഷായോ? അപ്പൊ ഈ കൂട്ടത്തില് ഏറ്റവും വലിയ മീൻ ആരെ പിടിച്ചിരിക്കുന്നത് നോക്കാട്ടാ. അപ്പൊ എഡ്വിന്റെ ഉള്ള മീൻ മൊത്തം ഇതാണോ? ഇതിലെ എഡ്വിന്റെ കിരണ്ടെ ഇതിലേക്കാണ് ഇട്ടേക്കണേ. ഇനിയിപ്പോ ഇതില് അതിലും വലിപ്പമുള്ളതില്ല. ഇതില് ഒരു ഒരെണ്ണം ഉണ്ടല്ലോ, കോമ്പറ്റീഷൻ ആയിണ്ടല്ലോ. കോമ്പറ്റീഷൻ ആയല്ല ജീവനുള്ളത് വേഴ്സസ് വല്ലേതാ നീളം. മോനെ അങ്ങനെ നമ്മുടെ ആദ്യമായിട്ട് മത്സരിക്കാൻ വന്ന കിറ്റിമോന്റെ മീനാണ് ഏറ്റവും വലിയ മീനായിട്ട് വന്നിരിക്കുന്നത്. എടുത്ത് പൊക്കി കാണിക്കങ്ങട്. മോനെ സെറ്റ്. അങ്ങനെ നമ്മുടെ കിറ്റി മോനാണ് ഏറ്റവും ചെറിയ മീന് തരും, എന്തെങ്കിലുമൊക്കെ തരും. അല്ല എന്തെങ്കിലും കൊടുക്കണ്ടേ? ഏറ്റവും ചെറുതിന് അതാ നമുക്ക് ഏറ്റവും വലിയ മീനും കൊണ്ടുപോരെ. അങ്ങനെ ഏറ്റവും വലിയ മീൻ പിടിച്ചത് നമ്മുടെ കിറ്റിയാണ്. ആ കിറ്റിക്ക് സമാശ്വാസ സമ്മാനമായിട്ട് 1000 രൂപ കൊടുക്കുന്നത് എഡ്വിൻ. ഏറ്റവും ചെറിയ മീൻ പിടിച്ച എഡ്വിൻ മോനാണ്. ആ മീനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മോനെ പൊളി. അങ്ങനെ എന്തായാലും മച്ചാമാരെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായി കാണാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഇന്നത്തെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണോ? അത് വേണ്ട, ഇത് കഴിയുമ്പോ തിരിച്ചു വാങ്ങിക്കോ.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വെയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതുപോലത്തെ ചലഞ്ച് വീഡിയോസ് ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്തോളൂ. അടിപൊളി സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു പ്രേമചാനെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ ഇനി പിടിക്കണ്ടേ ഇതുപോലത്തെ ചലഞ്ചുകൾ? അപ്പോൾ എന്തായാലും ചലഞ്ച് വീഡിയോസ് വേണമെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ഉള്ള നേരേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ പറ്റുന്ന വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിലേക്ക് മച്ചാൻ പ്രേമിനോടൊപ്പം ടീം M14 ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.